ഛത്തീസ്ഗഡിൽ കൺകർ ജില്ലയിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. മൃതസംസ്കാര ചടങ്ങുകൾ ചൊല്ലി ഛത്തീസ്ഗഡിലെ 2 ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കമാണ് വലിയ കലാപത്തിന് വഴിയൊരുക്കിയത്. ബദേ തേവാഡ വില്ലേജിലെ അമേഭാഡ പ്രദേശത്ത് ഡിസംബർ 18-നാണ് സംഭവം നടന്നത്. കലാപക്കാർ ഒരു ക്രൈസ്തവ ദേവാലയം അഗ്നിക്കിരയാക്കുകയും വസ്തുവകകൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. വില്ലേജിലെ നേതാവായ രാജ്മാൻ സലാം ശാരീരികാസ്വാസ്ഥ്യം മൂലം ഡിസംബർ 15-ന് മരണപ്പെട്ട തന്റെ പിതാവായ ചമ്രാറാം സലാമിനെ ഡിസംബർ 16-ന് ഒരു സ്വകാര്യ സ്ഥലത്ത് ക്രൈസ്തവ ആചാരങ്ങളോടെ സംസ്കരിച്ചിരുന്നു. ക്രൈസ്തവനായ രാജ്മാൻ സലാം ക്രിസ്തീയ വിശ്വാസാനുഷ്ഠാനങ്ങളോടെ തന്റെ പിതാവിനെ സംസ്കരിച്ചത് ഗോത്ര ആചാരത്തിന് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ചെറിയ വാക്തർക്കങ്ങൾ ആരംഭിച്ചത്. പിന്നീട് ഡിസംബർ 18-ാം തീയതിയോടുകൂടി പുറമേ നിന്ന് വന്നവർ ബാരിക്കേഡുകൾ തകർക്കുകയും ദേവാലയം അഗ്നിക്കിരയാക്കുകയും സാധന സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. തന്മൂലം പോലീസ് കനത്ത സുരക്ഷയാണ് പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്നത്. പുറമേ നിന്നുള്ളവർക്ക് പ്രവേശനം തൽക്കാലം നിരോധിച്ചിരിക്കുകയാണ്. സംഘർഷങ്ങൾക്കിടയിൽ മരിച്ചയാളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനും പിന്നീട് റായ്പൂരിലേക്കും അയച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.